പറയുന്നത് സാഹചര്യം പോവാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച നിയമസഭയിൽ അംഗീകരിച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? എന്റെ കൈകൾ പരിശുദ്ധമാണ്, അത്ര വേക്കേണ്ടി വരും. വെള്ളിയാഴ്ച അടിയന്തര പ്രതിപക്ഷത്തിന്റെ പ്രമേയം വന്നപ്പോ കണ്ടില്ല, പിണറായി വന്നില്ല, മുഖ്യമന്ത്രി മറുപടി പറയാൻ വന്നില്ല, വേറെ മന്ത്രിമാരെ കൊണ്ട് മറുപടി പറയിച്ചു. ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ച വീട്ടിൽ നിന്ന് എന്നെ വിളിച്ച് വലിയ സങ്കടം പറഞ്ഞു. ആ കൂട്ടത്തിൽ പറഞ്ഞത് അപ്പനും മകളും എല്ലാം ഇരുന്ന് കൂട്ടക്കരച്ചിലാണെന്നാ പറഞ്ഞത്. വളരെ വിനയത്തോടുകൂടി ഞാൻ പറയട്ടെ, നിങ്ങളോട് പറയട്ടെ, ഈ അടൂരിൽ നിന്ന് പറയട്ടെ, അധികം താമസിയാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന എന്ന് പറയേണ്ടി വരും പിണറായി വിജയനും കുടുംബാംഗങ്ങളും സെൻട്രൽ ജയിലിൽ കിടക്കുന്നത് കാണാനുള്ള അവസരം ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ ആലപ്പുഴയിലും അതുപോലെ തന്നെ എറണാകുളത്തൊക്കെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ മുൻ ധനകാര്യമന്ത്രിയായിരുന്ന ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ കേസിൽ അന്വേഷിക്കാൻ വേണ്ടി എറണാകുളത്ത് വന്ന് ഇറങ്ങിയിട്ടുള്ളത്. ചിദംബരം മുൻ കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ അദ്ദേഹം തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന. ഏതായാലും ഹൈക്കോടതി നിരീക്ഷണത്തിലാണ്. അതിനകത്ത് രാഷ്ട്രീയ സാധ്യതയൊന്നും വരാൻ പോകുന്നില്ല. അപ്പോ അനുഭവിക്കേണ്ടി വരും. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ? നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരിക. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയാണ് 20 പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും BJP-യുടെ സ്ഥാനാർത്ഥികൾ, NDA-യുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതെന്ന് ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ മത്സരിക്കാൻ വേണ്ടിയല്ല മത്സരിക്കുന്നത്, ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. നിർബന്ധമുണ്ടിരിക്കുക. ജയിക്കാൻ വേണ്ടിയാണ് നമ്മൾ മത്സരിക്കുന്നത് 20 സീറ്റിലും. ആ ബോധ്യത്തോടുകൂടി ഇപ്പോൾ BJP-യുടെയും NDA-യുടെയും പ്രവർത്തകർ ഒരുമിച്ചിറങ്ങിയാൽ ഒരു സംശയം വേണ്ട, ചുരുങ്ങിയത് 5 നിയോജക മണ്ഡലത്തിൽ 5 MP-മാർ മോദിജിക്ക് പിന്തുണ കൊടുക്കാൻ, കൈവക്കാൻ കേരളത്തിൽ നിന്നുണ്ടാവും. അതുണ്ടാക്കാൻ നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഒരു സംശയം വേണ്ട. ഞാൻ പറയുന്നൊന്നും തെറ്റാറില്ല, അതുകൊണ്ട് പിന്നെ ധൈര്യമായിട്ടാ പറയുന്നത്. ഞാൻ പറഞ്ഞപ്പോ ചിലപ്പോ പത്രക്കാർ 5 എന്ന് പറയും, ബാക്കികൾ പോക്ക എന്നല്ല ഞാൻ പറയും. 5 ചുരുങ്ങിയതെന്നാ പറഞ്ഞു. അത് കൂടാ, കുഴപ്പമൊന്നുമില്ല. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ നമ്മളെ BJP-യുടെ കുറിച്ച് ചിന്തയുണ്ട്. കോൺഗ്രസിനെ അങ്ങ് തീർത്താൽ CPM അല്ല ഞെരടിയ CPM ചത്തുപൊക്കോളൊന്നും അല്ല. നമ്മുടെ നമ്പർ 1 ശത്രു അഴിമതിക്കെതിരെയാണ് നമ്മുടെ ചിന്ത. ആ ചിന്ത വരുമ്പോൾ നമ്പർ 1 ശത്രു CPM-ഉം പിണറായി സഖ്യവുമാണ് എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പോ അതുകൊണ്ടായില്ല, പിണറായിയെ കൊണ്ട് മാത്രമായില്ല. പിണറായിയുടെ ഭരണം അവസാനിച്ച് അത് ജയിലിൽ പോയി കിടക്കട്ടെ. CPM അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അല്ലേലും തീർന്നു പോയി. ആസാമിലൂടെ പാവപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ നടപ്പ് കണ്ടപ്പോ എന്റെ ചങ്ക് നേർന്നു പോയി. പാവം, വല്ല കാര്യമുണ്ടോ അതിനെ പോയിട്ട്? നെഹ്റു കുടുംബത്തോട് നമുക്കെല്ലാം സ്നേഹമുണ്ട്, ഒരു സംശയമില്ല. നെഹ്റു കുടുംബത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഇന്ദിരാജി ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ സ്നേഹമുണ്ട്. പക്ഷേ രാഹുൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ എനിക്ക് തോന്നുന്നില്ല. ആസാമിൽ നിന്ന് 100 പേരുമായിട്ട് പ്രകടനമായിട്ട് വന്നാൽ 10,000 അടിക്കാൻ ഓടുവരിക. എങ്ങനെ പ്രകടനം മുന്നോട്ട് പോകും? പാവത്തിന് ഒരു ഗതിയെന്ന് ആലോചിച്ച് നല്ല കാര്യമുണ്ട് ഇങ്ങനെ പ്രകടനങ്ങളിലെ. അതുതന്നെ അദ്ദേഹത്തിന്റെ പരാജയത്തിന് തെളിവാണ്. ഏതായാലും കോൺഗ്രസ് നമുക്കൊരു ശത്രുവായി കണക്കാക്കണ്ട. 6-7 ഗ്രൂപ്പായി നിൽക്കുന്ന കോൺഗ്രസ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു 20-22 MP-മാർ മാത്രമുള്ള ഒരു പാർട്ടിയായി ചുരുങ്ങും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞാൻ ഇവിടെ പ്രീതിവരുന്നത് കണ്ടു. 25 താഴെയായിരിക്കും, യാതൊരു വേണ്ട. അതിന്റെ അർത്ഥം ഇന്ത്യ രാജ്യത്തിപ്പോ നമുക്കറിയാം, പാർലമെന്റ് നോർത്ത് ഇന്ത്യയില് മുഴുവൻ BJP ആയി പോയി, സൗത്ത് ഇന്ത്യ ഞങ്ങളുടെ കയ്യിലാണെന്ന് പറയുന്നത് ശരിയാണ്. ആന്ധ്രയിലും
തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകത്തിലും കുഴപ്പമുണ്ട്. കർണാടക ഇപ്പൊ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ കേരളത്തിലും കർണാടകത്തിൽ വരുന്ന പോലുള്ള മാറ്റം, ഇന്ത്യയിൽ വന്നിരിക്കുന്ന മാറ്റം നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. അവിടെ നിങ്ങൾ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സ്വാഭാവികമായി അടുത്ത 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിങ്ങൾ നോക്കിക്കോളൂ. ഞാനാണ് ഇവിടെ നിന്ന് പറയുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 26 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖ പാർട്ടിയായി BJP മാറിയിരിക്കും, NDA സഖ്യം മാറിയിരിക്കും. ഇത് ഉറപ്പാണ്. അന്വേഷണമായി നിങ്ങൾ മുമ്പോട്ട് പോകാം. 29 പാർലമെന്റ് നിയമം ഉണ്ടാക്കാൻ പോകുന്നു ഇന്നത്തെ എനിക്കറിയില്ല. ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ 29 ഒരു സംശയം വേണ്ട, കേരളം ഭരിക്കുന്ന മുന്നണിയായി NDA മാറും. പാർട്ടി BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ കേരളത്തിൽ ഉണ്ടാവും. അതിനുവേണ്ടി നിങ്ങളുടെ പ്രവർത്തനം ഉണ്ടാവണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ മറ്റു വിശദാംശങ്ങൾക്കൊന്നും കിടക്കുന്നില്ല. കാരണം ഇന്ന് പ്രിയനായ നമ്മുടെ സുരേന്ദ്രൻ നയിക്കുന്ന ജാഥ പത്രത്തിൽ മിണ്ടാതിരിക്കില്ലേ? അങ്ങനല്ലേ? നമ്മൾ മിണ്ടാറില്ല. أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح അൽഹംദുലില്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് ഞാൻ ബാങ്കളി കേട്ടപ്പോൾ ചിന്തിക്കുകയായിരുന്നു. ഞാൻ നേതൃത്വം കൊടുത്ത ജനപക്ഷം പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ EK ഹസൻകുട്ടിയാണ്. അദ്ദേഹം ഇന്ന് ഈ സ്റ്റേജിൽ വരേണ്ടതായിരുന്നു. അദ്ദേഹം ഒരു അസുഖമായി പോയി. 13-ാം തീയതി തിരുവനന്തപുരത്ത് അദ്ദേഹം സ്റ്റേജിൽ കാണും എന്ന് ഇവിടെ വെച്ച് പറയുകയാണ്. അവർക്ക് എല്ലാവർക്കും മുസ്ലിങ്ങൾ അങ്ങോട്ട് ഇല്ലെന്ന്. ഇവിടെ ഈ പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി ഉണ്ട്, എൻ്റെ ഇവിടെ നല്ലൊരു മുസ്ലിം എന്ത് ചെയ്യും? നസീർ നൈരന്തരക്കൻ. നസീർ ഉണ്ടോ അവിടെ? നിങ്ങൾ വന്നപ്പം എന്നെ ഉണ്ടോ? പുറകിലുണ്ട്. അതായത് മുസ്ലിങ്ങളും നമ്മുടെ BJP എന്ന പാർട്ടിയിലുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മതത്തോടും എതിർപ്പുള്ളത്. പലരും പറയുന്നു മുസ്ലിങ്ങളെല്ലാം നമുക്ക് എതിരാണ്. അല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഇത്തരം പറഞ്ഞു എന്ന് വിചാരിക്കരുത്. സുഹൃത്തുക്കളെ, ഞാൻ ചൂണ്ടിക്കട്ടെ. ഇനി വളരെയേറെ പ്രസംഗങ്ങൾ നടക്കാനുണ്ട്. പിന്നെ സുരേന്ദ്രൻ വന്നു, സുരേന്ദ്രൻ സംസാരം ഏറ്റവും ബഹുമാനായ കുമ്മനം രാജശേഖരൻ ഇവിടെ വന്നിരിപ്പുണ്ട്. അദ്ദേഹം സംസാരിക്കേണ്ട ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ പ്രസംഗിച്ച് നീട്ടിപ്പോയാൽ ഞാനിങ്ങനെ ഇന്ന് പ്രസംഗിക്കേണ്ടത് പോയില്ല. അതിന് ഇവിടെ പാടില്ല. അത് തന്നെയല്ല, പഴയ പോലെ എനിക്ക് സ്വാതന്ത്ര്യമില്ല. ഞാൻ നിയന്ത്രണമൊക്കെ ഇനി വേണമല്ലോ. അത് ഒരു ശരിയല്ലേ? സ്വാഭാവികമായി ഞാൻ മര്യാദയുടെ കുറിച്ചൊന്നും ഒട്ടും തെറ്റിദ്ധരിക്കരുത്. തീർച്ചയായും നല്ലവണ്ണം നമുക്ക് പ്രവർത്തിച്ച് മുമ്പോട്ട് പോവാം. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ ആരാണെന്ന് നമ്മളെ എതിർക്കുന്നവരെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് ശക്തമായി മുന്നേറ്റം നടത്താൻ
സർവശക്തനായ ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയങ്കര സുരേന്ദ്രന്റെ ഈ യാത്ര തിരുവനന്തപുരം ജില്ല കൂടി തീർന്നു കഴിയുമ്പോൾ ഒരു വലിയ മാറ്റത്തിന് ഈ കേരളം പാത്രീഭൂതമാവട്ടെ സർവശക്തനായ തമ്പുരാനെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് വാക്ക് എന്നെ ശ്രമിച്ചതിനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.